പാറശാല ഷാരോൺ വധക്കേസിലെ രണ്ടാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ച് ഹൈക്കോടതി. നിർമ്മലകുമാരൻ നായരെ ജാമ്യത്തിൽ തുടരാൻ അനുവദിച്ചു. വധശിക്ഷയ്ക്കെതിരായ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. രാഗൻ ചേരുന്നുണ്ട്. രാഗൻ, രണ്ടാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങളായിരുന്നു കണ്ടെത്തിയതും ശിക്ഷാവിധി വന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്ന മരവിപ്പിച്ചുകൊണ്ടുള്ള നിലപാട് സംബന്ധിച്ചും ഒപ്പം ഗ്രീഷ്മയുടെ ഹർജി സംബന്ധിച്ച് തുടർ നടപടികൾ. പാറശാല ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷയാണ് നേരത്തെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി നൽകിയിരുന്നത്. അതിനെതിരെയുള്ള അപ്പീൽ ഹർജിയാണ്. അതോടൊപ്പം തന്നെ ആ കേസിൽ തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെയും ശിക്ഷ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് 3 വർഷത്തോളം വരുന്ന ശിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാം പ്രതിക്ക് ഉണ്ടായിരുന്ന ശിക്ഷ മരവിപ്പിച്ചു. സ്വാഭാവികമായിട്ട് നേരത്തെ തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അത് ജാമ്യത്തിൽ തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം അപ്പീൽ കേൾക്കും. ഇതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ വാദം പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്നത് ഈ കീഴ്ക്കോടതി തെളിവുകളൊന്നും കൃത്യമായി തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തെളിവുകളുടെയും ാണ് ഇത്തരത്തിൽ പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മാത്രമല്ല രക്തസാമ്പിളുകളിൽ നിന്നും ഇത്തരം ഈ ഒരു വിഷാംശത്തിന്റെ കാര്യമൊന്നും കൃത്യമായി പറയുന്നില്ല. മാത്രമല്ല താൻ ഇതിനു മുൻപ് അത്തരത്തിൽ കേസുകളിലൊന്നും താൻ പ്രതിയായിരുന്നില്ല. മാത്രമല്ല സ്ത്രീ എന്ന പരിഗണന വേണമെന്നൊക്കെ ഉള്ള കാര്യം കീഴ്ക്കോടതിയിൽ നിന്ന് ഗ്രീഷ്മ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പെറ്റീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം സർക്കാരിന്റെ നിലപാട് കോടതി ഇതുമായി ബന്ധപ്പെട്ട് തേടും. അതിനുശേഷം വിശദമായിട്ടുള്ള വാദം ഹൈക്കോടതിയിൽ നടക്കും. തുടർന്നായിരിക്കും ഈ കേസ് ഡിസ്പോസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുക. എന്തായാലും നേരത്തെ കഴിഞ്ഞ 20-നാണ് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകിയിരുന്നത്. ഷാരോണിനെ ബോധപൂർവം ഒരു പ്രകോപനവുമില്ലാതെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു പ്രോസിക്യൂഷൻ കണ്ടെത്തൽ. മാത്രമല്ല ഇതിൽ കഷായത്തിൽ കളനാശിനി നൽകുകയാണ് ചെയ്തത്. അത് വളരെ ക്രൂക്കഡായ രീതിയിൽ ആണ് ഈ കൃത്യം ഗ്രീഷ്മ നിർവഹിച്ചതെന്നും കണ്ടെത്തലുണ്ടായിരുന്നു. അമ്മാവൻ ഇതിന് സഹായിക്കുകയാണ് ചെയ്തു നൽകിയത്. അതായത് കീടനാശിനി ഉൾപ്പെടെയുള്ള കാര്യം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തുൾപ്പെടെ കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അപ്പീൽ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരിക്കുന്നത്.